വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് ഒരു പാസ്റ്റ് ലൈഫ് ഒറാക്കിൾ കാർഡാണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ നമ്മുടെ പ്രസൻറ്റ് ലൈഫ് എങ്ങനെയായാലും പാസ്റ്റ് ലൈഫായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് ഒറാക്കിൾ കാർഡാണ്. ഒറാക്കിൾ എന്ന് പറഞ്ഞാൽ അരുളപ്പാട് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കണ ഒരു പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ കാർഡാണ്. അപ്പോൾ പാസ്റ്റിലെ കാർഡ് പറഞ്ഞാൽ മെഡിസിൻ മാൻ ഓർ വുമൻ. അപ്പോൾ ഇവിടെ വന്നിരിക്കണ ഒരു വ്യക്തി കഴിഞ്ഞ ജന്മം ഒരു പാരമ്പര്യ വൈദ്യനോ അല്ലെങ്കിൽ നാച്ചുറോപ്പതിയിലുള്ള ഒരു വൈദ്യനോ അതല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡോക്ടറായിരിക്കും, വൈദ്യനായിരിക്കണം. കാരണം രോഗങ്ങളെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും മെഡിസിനെക്കുറിച്ചൊക്കെ നല്ല ജ്ഞാനമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഇതിൽ കാണുന്ന വ്യക്തി പാസ്റ്റിലെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകാം, ഒരിക്കൽ അല്ലെങ്കിൽ ടീച്ച് ചെയ്തിട്ടുണ്ടാവാം. അതാണ് പാസ്റ്റ് പറയുന്നത്. രോഗങ്ങളെയും രോഗശാന്തിയെക്കുറിച്ചും മെഡിസിനെക്കുറിച്ചും വളരെയധികം ജ്ഞാനമുള്ള ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. പാസ്റ്റ് പ്രസൻറ്റിൽ വന്നൊക്കെ ലവ് ലൈഫ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റിലെ 2-3 ബർത്തിൽ ലവ് ലൈഫിൽ ഒരു വേദനാജനകമായ അനുഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ജന്മത്തിൽ ഈ വ്യക്തി വളരെ ശ്രദ്ധയോടുകൂടിയാണ് മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ ഇവരുടെ ലൈഫിൽ വളരെ പ്രമുഖ വ്യക്തിയായിരുന്നു എന്നാണ് പറയണത്. അന്ന് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലൈഫിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ വന്നിരിക്കുന്ന വിസ്ഡം എന്നുള്ള കാർഡാണ്. വളരെയധികം അതിശയകരമായ ജ്ഞാനമുള്ള ആളാണെന്നാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ആളാണ്. പക്ഷേ സ്വയം ജ്ഞാനിയാണെന്ന് ഒരിക്കലും അവകാശപ്പെടാറില്ലെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ പല അറിവുകളും ഈ വ്യക്തിക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴും പുതിയ പുതിയ കോഴ്സുകൾ ഒരുപക്ഷെ ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ കരിയർ പാത തന്നെ മാറാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ വിസ്ഡം എന്നുള്ള കാര്യം. ഈ വിസ്ഡം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ വിസ്ഡം എന്നുള്ള കാർഡ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാസ്റ്റ് ലൈഫ് ഒറാക്കിൾ കാർഡ് പറയുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.